പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അത്തരത്തിലുള്ള നേതാക്കന്മാരാൽ സദസ് നിബിഡമാണ്. ഏത് നേതാവ് ബിജെപിയുടെ അധികാരത്തിൽ വന്നാലും, പ്രസിഡന്റ് ആയാലും, ഏത് ലീഡർ ജനറൽ സെക്രട്ടറി ആയാലും അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് കുങ്കുമഹരിത പതാകയിലും ഭാരതീയ ജനതാ പാർട്ടിയിലുമാണ് എന്ന് വിശ്വസിക്കുന്ന ഈ സദസ്സിൽ ഇരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നാഡീമിടിപ്പുകളായിട്ടുള്ള സഹപ്രവർത്തകന്മാർ എല്ലാവരും വർദ്ധിതമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാർട്ടിയിൽ. അങ്ങനെ ഈ പാർട്ടി ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷക്കാരനും UDF-ഉം നമ്മളോട് ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്. ആദ്യം ചോദിച്ചു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചത്, നിങ്ങൾക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണേണ്ടി വരും. ഏത് വ്യക്തിയെ തെരഞ്ഞെടുപ്പിൽ ഇറക്കിയാലും ചിഹ്നം താമരയല്ലേ, ആ താമരയിൽ വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമോ എന്ന ചോദ്യമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചതെങ്കിൽ നമ്മൾ ഗ്യാലറിയിൽ ഇരുന്നല്ല കളി കാണുന്നത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് 2 കേന്ദ്രമന്ത്രിമാർ ഇന്ന് നമ്മൾക്കുണ്ട്. തൃശൂർ ജില്ലയിൽ നിന്ന് 75,000 വരുന്ന വോട്ടുകൾക്ക് താമര ചിഹ്നത്തിൽ വോട്ടും വാങ്ങി വിജയിച്ചു പോയി ശ്രീമാൻ സുരേഷ് ഗോപിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ജില്ലയിലും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലും കുറഞ്ഞ വോട്ടുകൾക്കാണ് പരാജയം സംഭവിച്ചതെങ്കിൽ, കൃഷ്ണദാസേട്ടനെ പോലെ ആരാധനായിട്ടുള്ള നേതാക്കന്മാരുള്ള ഈ പാർട്ടി, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരിയെ നിയോഗിച്ചത് പുന്നപ്രയുടെയും വയലാറിന്റെയും മണ്ണിൽ പോയി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് പറഞ്ഞതെങ്കിൽ, പെട്ടിയും കിടക്കയും തൂക്കി ആലപ്പുഴയിലേക്ക് ഞാൻ പോയപ്പോൾ പുന്നപ്രയിലും വയലാറിലും 1ാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്തവരൊക്കെയും താമര ചിഹ്നത്തിൽ വോട്ട് നൽകുന്ന ചരിത്രം നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ദാസേട്ടൻ പറഞ്ഞു, ഇവിടെ ബിജെപിയിലേക്ക് കടന്നു വരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരാണ്. അതിന്റെ തെളിവാണ്, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ കണ്ടല്ലൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്ത് മുഴുവൻ കോൺഗ്രസുകാരായിരുന്നു. കണ്ടല്ലൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോ അവിടെ ആശങ്കയുണ്ടായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക്, നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, പല നേതാക്കന്മാരും പല കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും മനസ്സ് മടുത്ത് ആ പാർട്ടിക്കകത്ത് നിൽക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന അജയ്യനായ ലോകാരാധ്യനായ ശ്രീമാൻ നരേന്ദ്രമോദിയോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പെട്ടി പൊളിച്ചപ്പോ കണ്ടല്ലൂർ പഞ്ചായത്തിൽ 1ാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിക്ക്. കരുവാറ്റ അവിടേക്ക് കടക്കണ്ട എന്നാണ് പറഞ്ഞത്. ഒട്ടിച്ച ഫ്ലക്സ് ബോർഡുകൾ കീറുക, അതുപോലെ തന്നെ വലിയ ഫ്ലക്സ് ബോർഡ് നെറ്റി മുതൽ താഴെ വരെ കുത്തിക്കീറുക, അങ്ങനെ പ്രവർത്തകന്മാർ കരയുക. ഹരിപ്പാട് നിയോജക മണ്ഡലത്തില് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉല്ലാസ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, 5 തവണ ഞങ്ങൾ ഫ്ലക്സ് ബോർഡ് വെച്ചു, അതെല്ലാം കുത്തിക്കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉല്ലാസിനോട് പറഞ്ഞു, ഒരു ദൃഢപ്രതിജ്ഞ അങ്ങോട്ട് എടുക്കുക. ഹരിപ്പാട് നിയോജക മണ്ഡലത്തില് കാർത്തികപ്പള്ളിയില് നമ്മളെ പഞ്ചായത്ത് അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭരിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുകയും ആളുകളുടെ ഹൃദയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഫ്ലക്സ് ബോർഡ് വെച്ചാൽ മതി എന്ന് പ്രഖ്യാപനം നടത്താൻ എന്റെ സഹപ്രവർത്തകന്മാർക്ക് സാധിച്ചുവെങ്കിൽ ആ പഞ്ചായത്തിലെ ഭരണം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അപ്പൊ കോൺഗ്രസും വ്യത്യാസമില്ല, മാർക്സിസ്റ്റ് പാർട്ടിയും നമുക്ക് വ്യത്യാസമില്ല, ഒരു ഓഫ്ലൈൻ അപേക്ഷയുമില്ല. കരാർ എടുക്കുന്നതും കരാർ പ്രവർത്തന പദ്ധതിയിൽ കൊണ്ടുവരുന്നതും ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ശബരിമലയിൽ ഒരു കരാർ കൊടുക്കുമ്പോൾ അവിടെയും ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. അതിവേഗ പാത കൊണ്ടുവരുമ്പോൾ മാത്രം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സാധിക്കില്ലല്ലോ എന്നുള്ള ദുഃഖത്തോട് കൂടിയിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, ഒരുപാട് സമയമായിട്ട് ഈ പൊതുയോഗത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്ന് CAG-യുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്.
എന്താണ് ആ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് പറയുന്നത്, കൺട്രോളർ ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പറയുകയാണ്, മാർച്ച് മാസം 21-ാം തീയതി 2023 മാർച്ച് മാസം 21-ാം തീയതി വരെ നമ്മുടെ കേരളത്തിൽ NDPC-യുടെ, അതായത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ക്രൂരമായ ഭയാനകമായിട്ടുള്ള കേസുകൾ കേരളത്തിൽ വർദ്ധിതമായിട്ടുണ്ട് എന്ന് സെൻട്രൽ CAG-യുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പറയുന്നത് എന്താണ്? ഈ നാടിനെ നശിപ്പിക്കുന്ന മാരകമായിട്ടുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 4863 കേസുകൾ എവിടെയും എത്താതെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുകയാണ്. അവിടെ അവരൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ ഗവൺമെന്റിനോട്, എന്താണ് ഈ അന്വേഷണം, എന്താണ് എവിടെയും എത്താത്തത്? മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസിൽ 1596 മയക്കുമരുന്ന് കേസുകൾ. അത് സെക്ഷൻ രാജേഷ്, ടൂറിസ്റ്റുകൾ വരുന്നത് മദ്യം കഴിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിൽ? അതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം ഭാര്യ അറിയാതെ ഒരു 2 പെഗടിച്ച് വീട്ടിലേക്ക് വരുന്ന കുടിയന്മാരുണ്ടല്ലോ, അവരെ നിങ്ങൾ മുഴുക്കുടിയന്മാരാക്കാനുള്ള വേറൊരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? കുടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് നാളെ ഞാൻ ഇത് ചെയ്യില്ല എന്ന് ഭാര്യയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്ന മദ്യപാനിയെ വീണ്ടും കുടിയനാക്കാൻ വേണ്ടി കുപ്പി വീട്ടിലേക്ക് കൊടുത്തയക്കുന്ന നാണം കെട്ട മന്ത്രിയല്ലേ കേരളത്തിൽ MP രാജേഷ്? ആ കുപ്പി കൊണ്ടുപോയി തിരിച്ചു കൊടുത്താൽ പൈസ കിട്ടുമെന്നുള്ള തീരുമാനമുണ്ടാക്കി 12 മണി വരെ കുടിച്ച് 10 മണി കഴിഞ്ഞാൽ അത് കഴിച്ച് നേരത്തിന് വീട്ടിൽ വന്നിരുന്ന ഒരു സാധാരണ മദ്യപാനി ഉണ്ടായിരുന്നുവെങ്കിൽ 12 മണി കഴിഞ്ഞ് ഭാര്യ വിളിച്ചാൽ 12 മണിക്കും ഭർത്താവിനെ വീട്ടിലേക്ക് കിട്ടാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾ ഗുജറാത്ത് കണ്ടില്ലേ? 18 കോടി ടൂറിസ്റ്റുകൾ ഗുജറാത്തിലേക്ക് പോകുന്നുണ്ട് ഓരോ വർഷവും. 18 കോടി ടൂറിസ്റ്റുകൾ ഗുജറാത്തിലേക്ക് പോകുമ്പോൾ അവിടെ സമ്പൂർണ്ണ മദ്യനിരോധനമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള ഗുജറാത്തിൽ 18 കോടി ആളുകൾ ആ നാട് കാണാൻ വേണ്ടി ചെല്ലുമ്പോ നമ്മുടെ കേരളത്തിന്റെ എക്സൈസ് മന്ത്രി പറയുകയാണ്, ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ 10 മണി മുതൽ 12 മണി വരെ ഈ സമയം നീട്ടിക്കൊടുക്കണം. ഭർത്താവിന് ഭാര്യയോടൊപ്പം ഇരിക്കാനും കാണാനുമുള്ള സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി. കുട്ടികൾക്ക് അച്ഛനെ കാണാനുള്ള സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി. കേരളത്തെ നശിപ്പിക്കാൻ മയക്കുമരുന്ന് മാഫിയയുടെ കൈകളിലേക്ക് ഈ കേരളത്തെ നിങ്ങൾ എഴുതി പണയം വെച്ചു കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് കേരളത്തിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് കഴിച്ചവന്റെ ലഹരി അല്ലെങ്കിൽ കഴിക്കുന്നതിനുള്ള ആസക്തി കുറച്ച് കുറയ്ക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു സംവിധാനവും കേരളത്തിലില്ല. പണ്ട് തൃശ്ശൂർക്കാരൻ ഒരു ലോനപ്പൻ നമ്പാടൻ മാഷ് ഉണ്ടായിരുന്നു. നമ്പാടൻ മാഷ് പൊതുയോഗത്തിൽ ചെന്നിട്ട് പ്രസംഗിക്കും. പല രാഷ്ട്രീയക്കാരുടെയും പ്രസംഗം നമ്മൾ കേൾക്കുമല്ലോ. അപ്പൊ നമ്പാടൻ മാഷ് പ്രസംഗിക്കുമ്പോൾ അന്ന് പറയും, ഇപ്പൊ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് കൊട്ടുവടിയാണ് എന്ന് നമ്പാടൻ മാഷ് പറയും. കൊട്ടുവടി എന്ന് പറഞ്ഞാൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ കൊട്ടുപടി കൊണ്ട് തലക്കടിച്ച പോലെ ഒരു കനമാണത്രേ. പിന്നെ ആളങ്ങനെ ഇരിക്കും മദ്യപാനി. എന്നിട്ട് പിന്നെ നമ്പാടൻ മാഷ് പറയും, ഇപ്പൊ അന്ത്യക്രിസ്തു ഉണ്ട് എന്ന് പറയും പ്രസംഗത്തില്. അന്ത്യക്രിസ്തു എന്താ? അടിച്ചാൽ 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേൽപ്പ്. പിന്നെ പറയും ആനമൈക്കി ഉണ്ട് ഒരു ബ്രാൻഡ്. മാഷിയുടെ പ്രസംഗമാണ്. ആനമൈക്കി എന്ന് പറഞ്ഞാൽ അടിച്ചാൽ പിന്നെ ആനയെ പൊക്കാൻ വല്ല നിർവാഹമുണ്ടോ? അതുപോലെയാണ് അത്ര ഇത് കഴിച്ച ആളുടെ അവസ്ഥ. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് ഒരു 8 ബ്രാൻഡ് പറയും. അവസാനം പറയും, ഇനി എന്നാണാവോ ട്രെയിൻ എന്നുള്ള പേരിൽ ഒരു ബ്രാൻഡ് കേരളത്തിൽ